ഓപ്പൺ ബസ്സിൽ എത്രത്തോളം സാധ്യമാണ് ആ പ്രയാണം എന്നുള്ളതാണ് കാത്തിരുന്ന് അറിയേണ്ടത്. ബസ്സിന് മുകളിൽ ട്രോഫിയുമായി രോഹിത്തും സംഘവും എത്തുമ്പോൾ ഉറപ്പായും ആവേശം ഇരട്ടിയാകും. അതുകൊണ്ട് തന്നെ ഈ സമയക്രമം പാലിക്കുക ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള കാര്യമായി തന്നെ കരുതണം. 2011 മഹേന്ദ്ര സിംഗ് ധോണി കപ്പുയർത്തിയ വാങ്കഡെ സ്റ്റേഡിയത്തിൽ, ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ സ്വന്തം ഗ്രൗണ്ടായിട്ടുള്ള വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ന് മറ്റൊരു ക്രിക്കറ്റ് ആവേശത്തിന് അരങ്ങുണരുകയാണ്. നമ്മൾ ഇതിനിടയിൽ വാട്ടർ സല്യൂട്ടൊക്കെ കണ്ടു. ഇന്ത്യൻ ടീം അംഗങ്ങൾ എത്തിയ ആ വിമാനത്തിന് വാട്ടർ സല്യൂട്ട് നൽകുന്നത് കണ്ടു. അപ്പോൾ അത്തരത്തിൽ വിമാനത്താവളത്തിൽ 1 മണിക്കൂർ മുമ്പ് എത്തിയതാണെങ്കിൽ ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇന്ത്യൻ ടീം അംഗങ്ങൾ. മറൈൻ ഡ്രൈവിലെ കാഴ്ചകൾ കാണുക, ആകാശ ദൃശ്യങ്ങൾ കാണുക. അവർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ആ തീരത്ത് അടിക്കുന്നത് മുഴുവൻ ക്രിക്കറ്റിന്റെ ആരവമാണ്, ആവേശമാണ്. രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ ഇന്ത്യൻ ടീമിന് ജേഴ്സി അണിഞ്ഞ് തന്നെ വാങ്കഡയിലേക്ക് എത്തുന്നു. ആ നീല നിറത്തിലുള്ള ബസ്സിലേക്ക് അവർ പതിവ് ജേഴ്സി ടോപ്പ് ടീഷർട്ട് മാത്രമിട്ട് പകരം ജീൻസ് നോക്കി അണിഞ്ഞ് കൂളിംഗ് ഗ്ലാസ് വെച്ച് സൺഗ്ലാസ് വെച്ച് തൊപ്പിയൊക്കെ അണിഞ്ഞ് മനോഹരമായി അവരും ആഘോഷിക്കുകയാണ്. ഏറ്റവും ഭംഗിയേറെ തരത്തിൽ കൺഗ്രാജുലേഷൻസ് ബാനറുകൾ ഉയർത്തി ആരാധകരും ആവേശത്തിൽ പങ്കുചേരുന്നു. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ നരിമാൻ പോയിന്റിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. നരിമാൻ പോയിന്റിൽ നിന്ന്, അതായത് വിമാനത്താവളത്തിൽ നിന്ന് നരിമാൻ പോയിന്റിലേക്ക് ഏതാണ്ട് അരമണിക്കൂർ ദൂരമുണ്ട്. പക്ഷേ ഈ കോൺവോയ് അകമ്പടിയോടുകൂടി പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അവരെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ കാണാൻ കഴിയുന്നത് പോലെ ആ വിമാനത്താവളത്തിൽ പോലും, ഉള്ളിൽ പോലും ഈ ജീവനക്കാർ അവരെ ആരവത്തോടുകൂടി സ്വീകരിക്കുന്നത് കാണാൻ കഴിയും. അതിനപ്പുറം വിമാനത്താവളത്തിന്റെ പുറത്ത് അറൈവൽ ഗേറ്റിൽ കാത്തുനിന്ന നിരവധിയായിട്ടുള്ള ആരാധകർ. ഇതിനും എത്രയോ 10 മടങ്ങാണ് ആ മറൈൻ ഡ്രൈവിന്റെ പാതയോരങ്ങളെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ഈ കേവലം പ്രയോഗത്തിനെന്ന പോലെ ഉപയോഗിക്കുമെങ്കിൽ പോലും കൂഴിയെറിഞ്ഞാൽ താഴെ വീണില്ല എന്ന അക്ഷരാർത്ഥത്തിൽ ഇന്ന് പറയാൻ കഴിയും. ഈ ആരാധകരുടെ ഒരു നിറവ് കാണുമ്പോൾ നേരത്തെ തന്നെ വാങ്കഡെ സ്റ്റേഡിയത്തിലെ ഗേറ്റുകൾ പൂർണ്ണമായും അടച്ചിരുന്നു. ഇനി അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ സ്റ്റേഡിയത്തിലേക്ക് ഇനി ആളുകളെ പ്രവേശിപ്പിക്കാനുള്ള സാഹചര്യമില്ല. അത്രമാത്രം സ്റ്റേഡിയം നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഡിയത്തിലേക്ക് ഈ പുറത്തു നിൽക്കുന്ന ആരാധകർക്ക് പ്രവേശനമില്ല. എന്താണെങ്കിലും ഈ ആരാധകർക്ക് പുറത്തെ റോഡ് ഷോ, ഓപ്പൺ ബസ്സിലുള്ള വിജയാഹ്ലാദം കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്താണെങ്കിലും ക്രിക്കറ്റിന്റെ വിശ്വവിജയം നേടി ഇന്ത്യ ഇത് 4ാം തവണയാണ് ഇത്തരത്തിലൊരു ആഘോഷത്തിലേക്ക് രാജ്യമൊന്നാകെ അമരുന്നത്. 83-ൽ കപിൽ ദേവ് കിരീടവുമായി തിരികെ എത്തുമ്പോൾ അന്ന് ഈ ലോർഡ്സിൽ നിന്ന് മടങ്ങിയെത്തിയ ഇന്ത്യൻ ടീമിന് ഇത്രയും വിരോചിത ഒരു വരവേൽപ്പ് ലഭിച്ചിരുന്നു എന്നുള്ള സംശയമാണ്. കാരണം അന്ന് ക്രിക്കറ്റ് ഇന്ത്യൻ മണ്ണിൽ അത് പിച്ചവെച്ച് വളർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2011-ലാണ് 2007-ൽ T20 ലോകകപ്പ് ജയിച്ചുവെങ്കിൽ പോലും 2011-ൽ സ്വന്തം മണ്ണിലെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേട്ടമാണ് അതിഗംഭീരമായി ഇന്ത്യ ആഘോഷിച്ചത്. 2007-ൽ കേവലം അപ്രതീക്ഷിതമായി പോയ ഒരു യുവനിര അവർ കിരീടവുമായി മടങ്ങിയെത്തിയപ്പോഴും നമ്മൾ വികാരം കൊണ്ടു. ഇന്ന് ഒരിക്കൽ കൂടി ആ ഒരു വികാരത്തിലേക്ക് നമ്മൾ എത്തുന്നു. രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ